വെൽക്കം ടു ഹാപ്പി ബേബി ഫിഷിംഗ് ഗൈസ്. ഇന്ന് നമ്മൾ ഫിഷിങ്ങിന് വേണ്ടി വന്നിട്ടുള്ളത് നമ്മൾ നേരത്തെ വന്നിട്ടുള്ള അടിപൊളി സ്പോട്ടിലാണ് കേട്ടോ ഗൈസ്. ഞാൻ ഇൻട്രോ പറയണമെന്ന് കണ്ടിട്ട് അവിടെ വെള്ളത്തിലുള്ള ഒരു ചേട്ടൻ പേടിച്ചിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് ഗൈസ്. ഇത് കണ്ടോ, ഇത് മെട്രോ വരാനുള്ളതൊക്കെയാണെന്നൊക്കെ പറയണത് കേട്ടത്. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല. പക്ഷെ നമ്മൾക്ക് ഇതിൻ്റെ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ താഴെ പോകും. കാരണം ഇത് കോട്ടയൊക്കെ പോലെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾക്ക് ഇവിടെ ഇല്ലേ, നല്ല കാറ്റുണ്ട്. ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ടൊക്കെ നമ്മൾക്ക് ഫിഷിങ് ചെയ്യാട്ടോ. എന്തായാലും നമ്മൾക്ക് തുടങ്ങാം ഗൈസ് സംഘം. കുറേ നാളായി നമ്മളെ മീനൊക്കെ പിടിച്ചിട്ട് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് ഒരു മീൻ കിട്ടണമെന്ന്. പക്ഷെ നടക്കുന്നില്ല. നമ്മൾക്ക് ഇതിലെങ്കിലും നോക്കാം. ഞാൻ നല്ല ദൂരേക്ക് കാസ്റ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മള് ചെമ്മീനാണ്, ഡെഡായ ചെമ്മീനാണ്. നമ്മൾക്ക് ലൈവ് ചെമ്മീൻ അങ്ങനെ ഇവിടെ കിട്ടാറൊന്നുമില്ല. ഇതേ ആ വെള്ളത്തിലൊരു ചേട്ടനുണ്ട് കേട്ടോ. ആൾക്ക് മീൻ കിട്ടിയോന്ന് അറിയില്ല ഗൈസ്. ഇത് നോക്ക്, മഴ ഇപ്പൊ പെയ്യും പറഞ്ഞിട്ടാ നിക്കണേ. വെള്ളത്തിൽ കണ്ടോ എന്തൊക്കെയോ ഒരു പത പോലെ ഉണ്ട് കേട്ടോ ഗൈസ്. ഞാൻ കൊത്തുമ്പോ പറയാട്ടാ. ദേ അങ്ങോട്ട് പോയി ഒലിച്ചിട്ട്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ കയ്യിലുള്ള ലൂർ എടുത്തിരിക്കുകയാണ്. ഇവിടെ കൂടുതൽ കുടുങ്ങാൻ ചാൻസ് ഇല്ല എന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് ലൂറ് ട്രൈ ചെയ്യുന്ന വിചാരിച്ചു കേട്ടോ. കാരണം ചെമ്മീലൊന്നും കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല ഗൈസ്. അപ്പോൾ നമ്മൾ ലൂറിൽ ചെമ്പല്ലി പിടിക്കാൻ വേണ്ടി പോവാണ്. അയ്യോ, ഇന്നിപ്പോൾ മീൻ കിട്ടുമോ ഈ ലൂറ് പോവാന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഇത്രയും കാലം കളയാണ്ട് സൂക്ഷിച്ച് വെച്ച ലൂറാണ് ഗൈസ്. നമുക്ക് നോക്കാം കേട്ടോ. ഇതേ കണ്ടോ, കയ്യിൽ നല്ല രീതിക്ക് ഇതിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. കൂരിയും പിന്നെ ഏരിയും പിന്നെന്താ അതാ നല്ല തിളങ്ങണ മീനെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ വറ്റ ഉണ്ടല്ലേ. ആ ഓക്കെ ഓക്കെ. ഓ മൈ ഗോഡ് ഗൈസ്, ഈ സ്പോട്ടിലില്ലേ വറ്റ പോലെയാണ് തോന്നുന്നു. വറ്റയാണല്ലേ? വറ്റ, കൊറേ വറ്റ, ഒരു 5-6 വറ്റ വന്നിട്ടുണ്ട് കേട്ടാ. എനിക്ക് ഹമൂറ് കിട്ടി. ഹമൂറിന്റെ കുട്ടി. നമ്മൾക്ക് കൊറേ കാലങ്ങൾക്ക് ശേഷം മീന് കിട്ടി ഗൈസ്. നീ കണ്ടോ ഗൈസ്, കണ്ട ഹമൂറിന്റെ കുട്ടി. ഇത്ര സൈസുള്ള ഹമൂറിന്റെ കുട്ടിയാണ് കേട്ടോ കിട്ടിയത്. ഇതെന്തായാലും നമ്മൾ ടാങ്കിൽ പോയി വളർത്തുന്നതായിരിക്കും ഗൈസ്. കാരണം കുറെ കമന്റ്സ് വന്നിട്ടുണ്ട് കിട്ടുന്നത്. അയ്യോ, നമ്മൾക്ക് ആദ്യമായിട്ടാണ് ഇവിടുന്ന് കിട്ടിയത്. ആ വലയിലിട്ട് വെക്കല്ലേ ഗൈസ്. ആ ചേട്ടനെ കണ്ട, ഞാൻ വീഡിയോ എടുക്കാവേ. ആദ്യം ഞാൻ ഇവനെ വലയിലിട്ട് വെക്കട്ടെ. ചത്തിട്ടില്ലല്ലോ ഗൈസ്, നമ്മൾ വലയിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കുഞ്ഞ് ഹമൂർ. ഇതേ ഇതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയേ. ചേട്ടാ ഹായ് പറയോ? ആ ഓക്കെ ഗൈസ്, ആ ചേട്ടനാണ് നമ്മൾക്ക് ലൈവ് ചെമ്മീന് തന്നിട്ടില്ലേ, നമ്മൾ അതിലാണ് പിടിച്ചത് കേട്ടോ. കാണിച്ചു തരാം. ഇവിടെ ഇട്ട് വെച്ചിരിക്കുക. ആള് 5-6 ചെമ്മീനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അമ്മമാര് ഓരോന്ന് പടവാറായി. കണ്ടോ, ഇവിടെ ഇട്ട് വെച്ചിട്ട് ഞങ്ങൾ ഇത് ഓരോന്ന് എടുത്തിട്ട് ചൂണ്ട. എനിക്ക് ഫസ്റ്റത്തെ ചെമ്മീനിൽ തന്നെ കിട്ടിയിട്ട് ഞാൻ ആകെ ഒരു 5 മിനിറ്റ് അത്രേ ആയിട്ടുള്ളൂ ഇടാൻ തുടങ്ങിയിട്ട്. ഇനി അടുത്തത് എന്താ? കൊച്ചുണ്ണി. ഓക്കെ ഗൈസ്, ആ ചേട്ടൻ്റെ പേര് കൊച്ചുണ്ണിയാണ്. പാവ ആ ചേട്ടൻ നമ്മൾക്ക് മീൻ കിട്ടുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കുറേ നേരമായിട്ട് നിൽക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് ആൾക്ക് മീൻ കുറേ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ആ ചേട്ടൻ കാണിച്ചത് എങ്ങനെ അറിയോ? ഇതിങ്ങനെയാണ്, ഇങ്ങനെ ചേടാ ഇതിപ്പോൾ കിട്ടുന്നില്ലല്ലോ കുറച്ചനെ. ഈ കയ്യിൽ പിടിക്കട്ടെ കാരണം എനിക്ക് വലത്തെ കയ്യിൽ സെറ്റ് ആവുള്ളൂ. ഇതിങ്ങനെ കേട്ടാ. അതിങ്ങനെ അത് പഠിച്ചോണ്ടേയിരുന്നു കേട്ടോ. അതുകൊണ്ട് കിട്ടി. പക്ഷെ ഞാൻ ഇതൊന്നും ഇങ്ങനെ ഇത് വർക്കിംഗ് ആണെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. ഓ ഞാനും അതെ. വയ്യ. ഞാൻ വിചാരിച്ചില്ല കിട്ടുന്നു ഗൈസ്. എനിക്ക് ഈ ഓട്ടൻ്റെ ഉള്ളിൽ നിന്നാണ് കേട്ടോ ഹമൂർ കിട്ടിയത്. ഞാൻ അവിടെ തന്നെ രണ്ടാമത് ഇട്ടിട്ടുണ്ട്. ഒരിക്കൽ കിട്ടി പറഞ്ഞിട്ട് രണ്ടാമത് കിട്ടണമെന്നൊന്നുമില്ല. എന്നാലും നമ്മൾ ട്രൈ ചെയ്യണമല്ലോ. അതുകൊണ്ട് അവിടെ തന്നെ ദേ ഒരാൾ ചൂണ്ടി പറ്റില്ല പോ ഗൈസ്. വലിയ മഴ വരാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത്ര നേരം മഴ ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ ഒരു 2 മണിക്കൂറായിട്ട് മഴയില്ലാണ്ട് നമ്മൾ ഹാപ്പി ആയിട്ട് ഫിഷിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വെള്ളം ദേ ഇവിടെ വരെയൊക്കെ എത്തി. ഇത്രയും വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല താഴ്ചയായിരുന്നു കേട്ടോ. നല്ല രീതിക്ക് കൂടിയിട്ടുണ്ടേ ഗൈസ്. വെള്ളം കണ്ടോ, നമ്മൾക്ക് കാലിതിങ്ങനെ കഴുകട്ടോ. നല്ല തണുത്ത വെള്ളം, നല്ല സുഖമുണ്ട് കേട്ടോ.
കണ്ടോ ഇത് ഇത്ര വരെയായി. കുറച്ചുകൂടി വന്നല്ലേ ഇവിടെയൊക്കെ ഫുള്ള് മുങ്ങും ഗൈസ്. ദേ കണ്ടോ ഈ സംഭവങ്ങളൊക്കെ ഫുള്ള് മുങ്ങും കേട്ടോ. നല്ല രസം. അത് ഇവിടെ നമുക്ക് റെസ്റ്റ് ചെയ്യാം ഗൈസ്. ഇവിടെയൊക്കെ നമുക്ക് ഇരിക്കാം. നല്ല അടിപൊളി പ്ലേസ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഇവിടെ നിന്ന് നമുക്ക് മീൻ ഇട്ടുകൊണ്ട് നമ്മൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. ഇപ്പൊ സമയം ഒരു 12 മണിയായിട്ടുണ്ട്. നമ്മളിവിടെ ഒരു 9:30 കറക്റ്റ് 9:30 അങ്ങനെ എത്തിയതാണ്. അപ്പൊ ഇത്ര നേരം നമ്മളെ ഫിഷിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇവിടെ ഫിഷിംഗ് ചെയ്യാൻ അടിപൊളിയാണ് കേട്ടോ. വെയിലും ഇല്ല മഴയില്ലാത്തതുകൊണ്ട് അടിപൊളിയായിട്ട് ഫിഷിംഗ് ചെയ്തു. ഇപ്പൊ മഴ വന്നു തുടങ്ങി ഗൈസ്. അപ്പൊ ഇപ്പൊ നമ്മളെ വീട്ടിൽ പോവാണ്. ഇനി ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ ഫിഷിങ്ങിന് ഇറങ്ങുകയാണെങ്കിൽ നമ്മൾക്ക് ആ വീഡിയോ കൂടി ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. എന്തായാലും നമ്മൾക്ക് ഇന്നൊരു ഹമൂറ് കിട്ടി ഗൈസ്. അപ്പൊ നമ്മൾക്ക് പോയാലോ? മഴ വരുന്നുണ്ടേ. നമ്മളെന്തായാലും പോവാൻ വേണ്ടി തീരുമാനിച്ചു. നമ്മള് ഡെഡ് ആയിട്ടുള്ള ചെമ്മീനായിരുന്നു കേട്ടോ ഫസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആളോട് ബായ്. എന്താ പേര്? ശ്രീഹരി ദേവദർശൻ ഗൗതം. ഓക്കെ ടാറ്റ കാണിക്കോ? ഓക്കെ ഗൈസ്, ഞാൻ ഹമൂറിന് വളർത്താൻ വേണ്ടിയിട്ടില്ലേ വീട്ടിലേക്ക് എടുത്തിട്ട് വന്നിട്ടുണ്ട്. അവ ഇത്ര നേരമായിട്ട് ചത്തിട്ടൊന്നും ഇല്ല കേട്ടോ. അതേ കണ്ടോ ഇവിടെ ഞാൻ കുറച്ച് ഓട്ടയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതിങ്ങനെ കുപ്പിയിലാക്കിയിട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് ആശാൻ ആക്റ്റീവ് ഒക്കെയാണ്. ഇതേ കണ്ടോ അവൻ്റെ എയറൊക്കെ എടുക്കണുണ്ടോ? ഓ ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. നമ്മൾക്ക് എന്തായാലും ഇവനെ വളർത്താൻ വേണ്ടി ഞാൻ മാക്സിമം ശ്രമിക്കുവേ. വീട്ടിൽ വന്നിട്ടില്ലേ ഹമൂറിനത് ഇങ്ങനെ ബോട്ടിൽ കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. അവൻ ആ ബോട്ടിലിന് ഇറങ്ങിയിട്ടില്ല കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് കല്ലുപൂടി ഇട്ട് കൊടുക്കാന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടപ്പോ സോൾട്ട് വാട്ടർ വേണം, കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തോ എന്നൊക്കെ പറഞ്ഞപ്പോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത്. ഇനി നിങ്ങൾ പറയുക എങ്ങനെയാണ് ഹമൂർ ഫിഷ് വീട്ടിൽ വളർത്താന്ന്. ദേ അവൻ ഈ ബോട്ടിലിന്റെ ഉള്ളിൽ തന്നെ കിടപ്പുണ്ട്. ആള് ചെറുതായിട്ട് ഒക്കെ ആണ്, നല്ലപോലെ എയറൊക്കെ എടുക്കുന്നുണ്ട്. കാലം അവനിക്ക് നീന്താൻ പറ്റിയ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഇനി നിങ്ങൾ പറയാം. എന്തായാലും എൻ്റെ കയ്യിൽ വലിയ ടാങ്ക് ഉണ്ട്, ഞാൻ അതിൽ ഇടാന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. പക്ഷെ മഴയൊക്കെ ആയതുകൊണ്ട് അതിൽ പറ്റുമെന്നൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആളതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഗൈസ്, മഴയുടെ കാരണം ഞാൻ ഈവനിങ് ഫിഷിങ്ങിനൊന്നും പോയില്ല. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ബൈ.